जाता हूँ। अच्छा ना, सब लगा जाना। ठीक है आजा। अच्छा ठीक है भाई। തെങ്ങൊക്കെ അങ്ങ് വളർന്നുപോയി. പട്ടാള ജീവിതം എന്നിൽ ഒരുപാട് പരിവർത്തനങ്ങൾ ഉണ്ടാക്കി. യുദ്ധമൊക്കെ ഒരെണ്ണം കഴിഞ്ഞു, ഇനി അടുത്ത ആഴ്ച. എങ്ങനെയുണ്ടായിരുന്നു? ഈസി ആയിരുന്നു. ആട്ടിൻകുട്ടി എങ്ങനെ പോകുന്നു ജീവിതമൊക്കെ? സുഖമായിട്ട് പോകുന്നു. ഇവിടെ വന്നിട്ട് എന്തെങ്കിലും മാറ്റം തോന്നിയ പുറിഞ്ചുവിന്? തെങ്ങൊക്കെ ഒരുപാട് വളർന്നു. വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. നീ ഒരുപാട് വളർന്നു. ഭാരത് മാതാ കി ജയ്. ഭാരത് മാതാ കി ജയ്. ജയ് ജവാൻ ജയ് ജവാൻ ജയ് കിസാൻ. ജയ് കിസാൻ. ഭാരത് മാതാ കി ജയ്. പുറിഞ്ചു അമ്പലത്തിലെ വെടി പൊട്ടിച്ചതാ. എനിക്ക് എന്താ വിളിച്ചിരിക്കുന്നേ? ഒന്നുമില്ല. പ്രദീപിന്റെ മുഖത്ത് എന്തോ ഒരു വിഷമം. പട്ടാളത്തിൽ പോകുന്നുണ്ടാ? അതോ ഇനിയിപ്പോ ഇവിടെ ചിലരൊക്കെ വിട്ടുപിരിഞ്ഞ് പോകുന്നുണ്ടോ? പിരിഞ്ഞു പോകുന്നതിൻ്റെ വിഷമമുണ്ട്. പിന്നെ കോളേജ്, പിന്നെ നമ്മുടെ കൂട്ടുകാര്. അങ്ങനെ നാളെ ഡെറാഡൂണിൽ വെച്ചിട്ടാണ് ട്രെയിനിങ്. നാളെ പോവും ഞാൻ. ശരി എന്നാ നമുക്ക് കാണാം. പോട്ടെ. എന്തെങ്കിലും പറയാനുണ്ടോ പ്രദീപിന്? ഇനിയിപ്പോ തിരിച്ചു വരോ എപ്പോഴാണെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോ അല്ല, എന്തെങ്കിലും എന്നോട് പറയാനുണ്ടെങ്കിൽ പറഞ്ഞോളൂ. ഒന്നുമില്ല, പോട്ടെ. ശരിയാ. നിങ്ങൾ വെറുതെ ബുദ്ധിമോശം കാണിക്കില്ലേ? നിങ്ങളിപ്പോ കോളേജിൽ നിന്ന് പോയാൽ എന്താ കാരണം? എനിക്ക് കോളേജിൽ പഠിക്കാൻ താല്പര്യമില്ല സാറേ, അത്ര തന്നെ കാരണം. എനിക്ക് അങ്ങനെ തന്നെ സാറേ. ഞാൻ വേറെ ഏതെങ്കിലും കോളേജിൽ പോയി പഠിച്ചാലോ എന്ന് ആലോചിക്കാം. കാര്യം എന്താ പറയടേ? പുറിഞ്ചും ഇല്ലാത്ത ഈ കോളേജിൽ നമ്മൾ എങ്ങനെ പഠിക്കും സാർ? അതെ സാറേ, കോളേജിന്റെ ഏത് മുക്കിലും മൂലയിൽ ചെന്നാലും അവന്റെ ഓർമ്മകൾ മാത്രമേ ഉള്ളൂ. ബുദ്ധിമോശം കാണിക്കല്ലേ മക്കളെ? നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവി നോക്കണ്ടായോ? നിങ്ങൾ വേറെ കോളേജിൽ പോലും അവനെ മറക്കാൻ പറ്റുമോ? സത്യം പറഞ്ഞാൽ എനിക്കും വിഷമമുണ്ട്. എനിക്കവനെ ഭയങ്കരമായിട്ട് മിസ്സാകുന്നുണ്ട്. എന്ന് പറഞ്ഞ് ഈ കോളേജ് വിട്ട് എനിക്ക് പോകാൻ പറ്റുമോ? അവന് പോകാൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു സാറേ. അവൻ മനസ്സ് ഒരുപാട് വിഷമിച്ചാണ് പോയത്. അതുകൊണ്ടപ്പോൾ അവനെ പറഞ്ഞു വിടണ്ടില്ലായിരുന്നു തോന്നിപ്പോയി സാർ. എങ്കിൽ നിങ്ങൾ അവന്റെ കുടുംബത്തിനും കൂടെ കാണിക്കുന്ന ഏറ്റവും വലിയ ക്രൂരതയായിരിക്കും. ആപ്പാടെ ഒരു പ്രതീക്ഷ അവനിലാണ്. സാറേ, ഇനി അതൊന്നും പറഞ്ഞ് ഇവരും വിഷമിപ്പിക്കല്ലേ? ഞാൻ വിഷമിപ്പിക്കണമെന്നല്ല, അവനൊരു ഭാവിയായി. യുവമാർക്കാ ഇനി മേലാൽ അവന്റെ ഓർമ്മയെ കൊണ്ട് എൻ്റെ അടുത്ത് വന്നു പോരുത്. സാറേ, സങ്കടം സഹിക്കാൻ പറ്റാൻ ഒന്ന് പറഞ്ഞാണ് സാറേ. അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ മറന്നോളും. അത് വയ്ക്കോ, ആവശ്യമില്ല. അതൊക്കെ എടുത്ത് മനസ്സിലാക്കല്ലേ സാറേ? പുറിഞ്ചു സാറേ, ഞാനും പോട്ടെ, ക്ലാസ് ഉണ്ട്. എല്ലാവർക്കും വിഷമമുണ്ട്. അതുകൊണ്ട് പറഞ്ഞു നടക്കാൻ പറ്റും. രവിയേട്ടാ നേരെ ഒരുപാടായി പോണ്ടേ? ഇവിടുന്ന് പോകാൻ തോന്നുന്നില്ലടാ. ശരിയാ. ട്രെയിൻ കയറ്റി വിടുമ്പോൾ അവന് മുഖം കൊടുത്തില്ല ഞാൻ. എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റില്ലായിരുന്നു. എനിക്കിനി ട്രെയിൻ കാണുമ്പോൾ അവൻ്റെ ഓർമ്മയായിരിക്കും. ഇവിടെ ഇപ്പോൾ എല്ലാവരും അവനെ മറക്കും, പക്ഷെ നമുക്ക് മറക്കാൻ പറ്റുമോ? നമ്മൾ വിഷമിച്ചിട്ട് കാര്യമില്ലടാ. അവൻ്റെ അവസ്ഥ അറിയാമല്ലോ, പോയി ജീവിക്കട്ടെ.
ഡെറാഡൂണിലെ കൊടുന്തണുപ്പിൽ അവൻ നമ്മളെ ഓർക്കും ഒരു കേട്ടാ. സിയാച്ചിനല്ലടാ അവൻ. ഇത്തവണ ഡെറാഡൂണിൽ നിന്നാണ് കേട്ടത്. ഡെറാഡൂണിലൊക്കെ നല്ല തണുപ്പായിരിക്കും കേട്ടോ. പിന്നെ -50 ഡിഗ്രി. പിന്നെ ഒരു സമാധാനം വെച്ചാൽ അടിക്കാൻ സാധനം കിട്ടും. എനിക്കാണെങ്കിൽ മിലിറ്ററി സാധനം കാണുമ്പോൾ അവൻ്റെ വന്നില്ല. ശത്രുരാജ്യത്തിൻ്റെ വെടികൊണ്ട് വരുമ്പോൾ അവൻ എങ്ങനെ തടുക്കുമെന്തോ. എനിക്കതിൽ പേടിയില്ലടാ. പണ്ടേ ഉണ്ടയിടാൻ കാരണമാണ്. അവൻ നമ്മളെ ഓർക്കായിരിക്കും അല്ലേ? അറിയാൻ പറ്റില്ലടാ. ചിലപ്പോൾ ഓർക്കും, ചിലപ്പോൾ ഓർക്കൂല. മനുഷ്യനടാ, ചിലവ് മാറിപ്പോകും. ആ അവനെങ്കിലും രക്ഷപ്പെടട്ടെ. ഓർത്താൽ മതിയായിരുന്നു. നീ പോയില്ലേ? അടുത്ത സ്റ്റേഷൻ എത്തുന്നതിന് മുമ്പേ ഞാൻ ചെയിൻ വലിച്ചിട്ട് ഞാൻ ഇറങ്ങി. സ്റ്റേഷൻ എന്ന് പറഞ്ഞുവിടാ. അടുത്ത സ്റ്റേഷൻ എത്തുന്നതിന് മുമ്പേ ചെയിൻ വലിച്ചിട്ട് അങ്ങ് ഇറങ്ങി. നിനക്ക് ഇവിടെ പോകാൻ പറ്റില്ലടാ. എനിക്ക് നിങ്ങളെ പിരിച്ചിരിക്കാൻ പറ്റൂ. നീ വന്ന നന്നാടാ. നീ ഇല്ലാതെ ഇവിടെ ഒരു രസം ഉണ്ടായിരുന്നില്ല. എനിക്ക് എന്തോ ഒരു ഭയങ്കര ബെങ്കിലായിരുന്നു രവിയേട്ടാ. നിങ്ങളൊക്കെ ഇനി കാണാൻ പറ്റുമോ ഇല്ലെന്നൊക്കെ തോന്നിപ്പോയി. ഞാനങ്ങനെ ട്രെയിനിന്റെ ചങ്ങലൊക്കെ വലിച്ച് ഇറങ്ങി. നീ സാധനമൊന്നും കൊണ്ടുവന്നില്ലടാ. ബാഗിലുണ്ട്. എത്ര വാങ്ങിച്ചു? 2. ഇല്ലേ, ഒരു 5-6 വാങ്ങിച്ചൂടെ? സാറ് തന്ന പൈസ ബാക്കി ഉണ്ടായിരുന്നല്ലടാ. നമുക്ക് വാങ്ങിക്കാനോ